ഹായ് സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് രാമച്ചമാണ്. രാമച്ചത്തിൻ്റെ ഈ കിളച്ചെടുത്ത് ഇത് നടിയിൽ വസ്തു തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് രാമച്ചത്തെ പറ്റി അറിയാം. വളരെയധികം സുഗന്ധം പ്രദാനം ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിന് വളരെ തണുപ്പ് പ്രദാനം ചെയ്യുന്നതുമായ ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെയും മണ്ണിൻ്റെയും വിഷാംശത്തെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ്. പിന്നെ നമ്മുടെ കയ്യാലകൾ, തിടലുകൾ മണ്ണിടിച്ചിലുണ്ടാകാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കവച സസ്യം കൂടിയാണ് ഈ രാമച്ചം. അപ്പോൾ ഈ രാമച്ചത്തിൻ്റെ ചിനപ്പാണ് നടുന്നത്. ഇപ്പം മഴയാണ്, എല്ലാ കൃഷിയും ചെയ്യാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ രാമച്ചം കിളച്ച് എടുത്ത് അതിന് ചിനപ്പ് തയ്യാറാക്കി നടുന്നതിന് മുമ്പ് വരെയുള്ള ഒരു ഘട്ടമാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണുന്നത്. നടുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് കിളയ്ക്കാൻ പോവുകയാണ്. കിളച്ചെടുത്തു. കിളയ്ക്കാൻ വലിയ പ്രയാസമാണ്. രാമച്ചം കിളച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. കിളച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓലകൾ കണ്ടിച്ച് മുറിച്ച് മാറ്റണം. അതിനുശേഷം ഈ വേരിലിൻ്റെ മണ്ണ് മൊത്തം മാറ്റണം. മണ്ണ് മൊത്തം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചിനപ്പ് തയ്യാറാക്കുന്നത്. വേര് കുറച്ച് മാത്രം ചിനപ്പിലിരുന്നാൽ മതി. ബാക്കിയുള്ളത് നമുക്കെടുത്ത് മറ്റ് എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കിളച്ചെടുത്ത ആ രാമച്ചം നമ്മൾ അതിൻ്റെ ഇലകൾ മുറിച്ച് മാറ്റി. ഈ ഇലകൾ അല്പം ഉണക്കിയതിന് ശേഷം, ചെറുതായിട്ട് ഉണക്കിയതിന് ശേഷം തീ കത്തിച്ച് പോയിക്കാമെങ്കിൽ കൊതുകുകൾ വരത്തില്ല എന്ന് മാത്രമല്ല ഒരു ചെറിയ രീതിയിലുള്ള സുഗന്ധം ആ ചുറ്റുപാടിൽ വ്യാപിക്കും. പിന്നെ നടാനുള്ള ആ ചിനപ്പ് ഇങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നത് കേട്ടാലും മതി, ചെനച്ചങ്ങ് പൊട്ടിക്കോളും. പിന്നെ ഇത് നമുക്ക് ഉള്ളത് കൊണ്ട്, നമ്മുടെ സ്വന്തമായതുകൊണ്ട് ഇങ്ങനെ ഇത് 2, 3, 4 എണ്ണം ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. ഇത് നടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും കിണർ വെള്ളം ശുദ്ധീകരിക്കാൻ കിണറിൻ്റെ ചുറ്റുപാടും നട്ടുപിടിപ്പിച്ചാൽ കിണർ വെള്ളം നല്ല ശുദ്ധമായി കിട്ടും, നല്ല തണുപ്പുമായി കിട്ടും. അപ്പോൾ ഇതാണ് രാമച്ചത്തിൻ്റെ നടിൽ വസ്തു നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ കുറച്ച് വേരുകളെ നമ്മൾ കിട്ടിയുള്ളൂ. കാരണം ഇത് 1.5 കൊല്ലം ഓളമാണ് ഇതിൻ്റെ വിളവെന്ന് പറഞ്ഞാൽ. 1.5 കൊല്ലം ആകുമ്പോൾ 3 മീറ്റർ വരെ ആഴത്തിൽ ഈ വേര് താപ്പോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പിഴുതെടുക്കുന്നുണ്ടെങ്കിൽ ആ 3 മീറ്റർ നീളത്തിൽ കിട്ടും. അങ്ങാടിക്കടകളിലൊക്കെ ഇരിക്കുന്ന ഇതിൻ്റെ വിൽപ്പനയ്ക്ക് ഇത് സഹിതം കണ്ടിച്ച്, ഇവിടെ മൂലം കണ്ടിച്ചാണ് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. ഇത് വിൽപ്പനയ്ക്ക് അതെല്ലാം നടാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇതിൽ നിന്നും കിട്ടിയ വേര് വൃത്തിയാക്കിയതാണ്, മണ്ണ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് ഈ വേര്. ഈ വേര് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു 1-2 കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് വെള്ളം നീക്കം ചെയ്ത്, അത് ചെറുതായിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയതിന് ശേഷം ജലാംശമൊക്കെ നീക്കം ചെയ്ത് അതിന് ശേഷം, അല്ലെങ്കിൽ നന്നായി ഉണക്കിയാലും വേണ്ടി നീക്കം ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് എടുത്ത്, ഇത് മൊത്തം വേണ്ട, കുറച്ചെടുത്ത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. പിറ്റേ ദിവസം അത് ഒരു നാരങ്ങ നീര് ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് ഈ വെള്ളം അരിച്ച് മാറ്റിയെടുക്കുക. ആ വെള്ളത്തിന് നല്ല സുഗന്ധം ഉണ്ടായിരിക്കും. ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുഖമൊക്കെ കഴുകാം. ശരീരം ചെറുതായിട്ട് തൂത്ത് ഒഴിച്ച് നല്ല സുഗന്ധം ശരീരത്തിൽ കിട്ടും. ഒപ്പം ശരീരത്തിന് നല്ല തണുപ്പ് ലഭിക്കും. ഇത് വാറ്റിയെടുക്കുന്നതാണ്. ഇതിൻ്റെ വാറ്റിയെടുക്കുന്ന തൈലം ഉണ്ടാകും, രാമച്ച തൈലം എന്ന് പറയാൻ തൈലം ഉണ്ടാകും. ഇതിനൊന്നും സൗകര്യമില്ലാതെങ്കിൽ നമുക്ക് ഇത് ചെറു കഷ്ണങ്ങളാക്കി, ഇത് ചെറുതായിട്ട് ഒന്ന് ഞുറുക്കിയെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി ഒന്നുകൂടി കഴുകി വൃത്തിയാക്കണം. ചെറു കഷ്ണങ്ങളാക്കി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കാമെങ്കിലും നല്ല സുഗന്ധമായിരിക്കും. അത് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാം, നല്ല സുഗന്ധം കിട്ടും. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് തേച്ച് കുളിക്കുന്നതിന് വേണ്ടി ഇതേപോലെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ചുരുട്ടി നമ്മളോട് എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കെട്ടി, അതിലൊന്നും കെട്ടിയില്ലേ വേണ്ടില്ല, ഇങ്ങനെ ഇതാ തന്നെത്താൻ ഇങ്ങനെ കായ്ക്കുള്ളൂ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓരോ പ്രാവശ്യവും തേച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഉണങ്ങി വെച്ചിരുന്നാൽ മതി. അപ്പം അതുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാതെ തന്നെ നിൽക്കാം. ഇതെല്ലാം വലിയ വിലയാണ്. രാമച്ചത്തിൻ്റെ ഇതിനുകൊണ്ട് കുളിക്കുന്ന ഈ തേക്കാനുള്ള ആ സംഗതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനൊക്കെ കടകളിലൊക്കെ വലിയ വിലയാണ്. അപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഒരു മൂട് രാമച്ചം നട്ടുപിടിപ്പിച്ച് ഇത്രയും ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇത് വിൽപ്പനയ്ക്ക് സാധിക്കും. ഇപ്പം പല സ്ഥലങ്ങളിലും രാമച്ചമില്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഓൺലൈനായിട്ട് നമ്മൾ പരസ്യം കൊടുക്കാമെങ്കിൽ ഒരു തണ്ടിന് വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും. കൊറിയർ വഴി നമുക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് അയച്ചു കൊടുക്കാൻ സാധിക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ ഇതിന് വിപണന സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കൂടുതലുണ്ടെങ്കിൽ രാമച്ച തൈലം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അവർ വന്ന് ഇത് കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ കൃഷി രീതികളുടെ അറിവുകൾ ശേഖരിക്കുന്നതിനും ആ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിനും കൈമാറുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.